ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പല തരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തി വരുന്നത്. ഇന്നത്തെ സെഷനിൽ സൈൻ ലാംഗ്വേജ് പരിഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ മിസ് ശാന്തി PS-നെ പിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സെഷൻ ഗൂഗിൾ മീറ്റിലൂടെയും മിഷന്റെ യൂട്യൂബ് ചാനൽ ലൈവ് സ്ട്രീമിംഗിലൂടെയും കാണാവുന്നതാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന വിഷയത്തിൽ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സിഞ്ചു സി മണിയങ്ങാടാണ്. അദ്ദേഹം തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായി സേവനം ചെയ്തു വരുന്നു. ഈ മേഖലയിൽ സാറിന്റെ പരിചയ സമ്പത്ത് തീർച്ചയായും നമ്മുടെ ഇന്നത്തെ സെഷന് നല്ലൊരു മുതൽക്കൂട്ടാണ്. പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഡോക്ടർ സിഞ്ചു സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ച അധികാരികൾക്ക് നന്ദി പറയുന്നു. നമ്മളിന്ന് മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ളൊരു അസുഖത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ സിഞ്ചു, ഞാൻ PRS ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആണ്. നമ്മളിന്ന് കാണാൻ പോകുന്ന അസുഖത്തിന്റെ പേര് മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ്. ആ മസ്കുലർ ഡിസ്ട്രോഫി എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇത് ഒരു പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു രോഗമാണ്. അതായത് ജനിതക രോഗം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, നമ്മൾ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു രോഗം എന്ന നിലയിൽ നമ്മുടെ മസിലുകളെ ബാധിക്കുന്ന ഒരു കൂട്ടം അസുഖങ്ങളെയാണ് നമ്മൾ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. നമ്മുടെ മസിലാണ് നമ്മളെ നടക്കാനും ഇരിക്കാനും കൈകൊണ്ട് ജോലി ചെയ്യാനും എല്ലാം സാധിക്കുന്നത് നമുക്കറിയാം. അപ്പൊ മസിലുകൾക്ക് ബലക്കുറവ് വരുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, പടി കയറാൻ പറ്റില്ല, കൈകൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പതുക്കെ പതുക്കെ ഓരോരോ മസിലുകളെ ബാധിക്കും തോറും ഇങ്ങനെയുള്ള ഓരോ ലക്ഷണങ്ങളാണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇത് ഏത് പ്രായത്തിലും ഈ അസുഖം വരാം. പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ ഇതിന്റെ രോഗനിർണയം നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഇതിന്റെ കൂട്ടത്തിലുള്ള ചില അസുഖങ്ങൾ മുതിർന്നവരിൽ മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ ഈ മസ്കുലർ ഡിസ്ട്രോഫി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോരോ മസ്കുലർ ഡിസ്ട്രോഫിയിലുള്ള അസുഖങ്ങൾ ഇതിനകത്ത് നമ്മൾ എഴുതിയേക്കുന്നത് വായിച്ച് നോക്കി മനസ്സിലാവും. 4-5 പേരുകൾ എഴുതിയിട്ടുണ്ട്. ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി, ബെക്കർ മസ്കുലർ ഡിസ്ട്രോഫി, മൈറ്റോണിക് ഡിസ്ട്രോഫി, ഫേഷ്യൽ സ്കാപ്പുലോഹ്യൂമറൽ മസ്കുലർ ഡിസ്ട്രോഫി, ഇങ്ങനെ പല പല ഡിസ്ട്രോഫികൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഓരോരോ അസുഖങ്ങളാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ചിലത് കുട്ടിക്കാലത്ത് തുടങ്ങുന്നു, ചിലത് കുറച്ച് പ്രായമാകുമ്പോൾ തുടങ്ങുന്നു, ചിലത് ദേഹം മുഴുവനുള്ള മസിലിനെ ബാധിക്കുന്നു, ചിലത് കൈയിന്റെ മസിലുകളെ മാത്രമേ ബാധിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഈ ഓരോരോ രോഗങ്ങൾക്കുള്ളത്. ഈ എല്ലാത്തിന്റെയും ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പേരിടുന്നത്. അതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ അസുഖങ്ങളെല്ലാം പാരമ്പര്യമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം മസിലിനെ ബാധിക്കുന്നതാണ്. ഈ ജനിതക രോഗം നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഈ ജനിതക രോഗം നമുക്ക് വരുന്നത് നമുക്ക് അതൊന്ന് നോക്കാം. പാരമ്പര്യമായിട്ട് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരു ജീനിന്റെ കേടുണ്ട്. അത് അടുത്ത തലമുറയ്ക്ക് കുട്ടികൾക്ക് എങ്ങനെ വരുന്നു നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഈ ക്രോമസോം എന്താ നമ്മൾ അറിയണം. നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ദേഹത്ത് മില്യൺസ് കോടികൾ കണക്ക് സെല്ലുകളുണ്ട്. നമ്മുടെ ദേഹം ഉണ്ടാക്കിക്കുന്ന തന്നെ സെല്ലുകൾ കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ്. ഓരോ കോശത്തിനകത്തും ഓരോ ന്യൂക്ലിയസ് ഉണ്ട്. ആ ഓരോ ന്യൂക്ലിയസിനകത്തും നമ്മുടെ ജീനുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന, നമ്മുടെ അച്ഛന്റെ അമ്മയുടെ നിറമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കോഡ് ചെയ്യുന്ന ക്രോമസോം ഉണ്ട്. നമുക്ക് പൊക്കം എത്രയാന്ന് നമുക്ക് കിട്ടുന്ന ക്രോമസോം ഉണ്ട്. അങ്ങനെ പല പല ജീൻ അടങ്ങിയിരിക്കുന്നതാണ് ക്രോമസോം. ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് കാണും. ആ ന്യൂക്ലിയസിനകത്ത് നമ്മൾ കാണുന്ന ആ ഒരു നീല നിറത്തിലുള്ളൊരു എക്സ് പോലെ ഇരിക്കുന്ന സാധനമാണ് ഈ ക്രോമസോം. നമുക്ക് ഈ ക്രോമസോമിൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും 23 ജോഡി ക്രോമസോം ഉണ്ട്. ഈ ക്രോമസോമുകളുടെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് എടുത്തേക്കുന്ന പടമാണ് ഈ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം 22 ജോഡി എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. 23ാമത്തെ അവസാനത്തെ ജോഡി മാത്രം
XY എന്ന് എഴുതിയേക്കുന്നത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 22 ജോഡി ക്രോമസോമുകളെ നമ്മൾ ഓട്ടോസോമൽ ക്രോമസോം എന്നാണ് വിളിക്കുന്നത്. ഓട്ടോസോമൽ ക്രോമസോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലിന്റെ ബലം, അല്ലെങ്കിൽ നമ്മുടെ നിറം, കണ്ണിന്റെ നിറം, തലമുടിയുടെ നിറം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഓട്ടോസോമൽ ക്രോമസോം. അവസാനം കണ്ട ജോഡി എക്സും വൈയും ക്രോമസോം നമ്മുടെ കുട്ടി ആണാണോ പെണ്ണാണോ ഡിസൈഡ് ചെയ്യുന്ന ക്രോമസോമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് 2 എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും. 1 എക്സ് ക്രോമസോമും 1 വൈ ക്രോമസോമും ആണെങ്കിൽ അത് ആൺകുട്ടിയായിരിക്കും. അപ്പൊ ഈ സെക്സ് ക്രോമസോമുകളാണ് നമ്മുടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തിരിച്ചറിയാൻ വേണ്ടി ലിംഗഭേദം നിർണ്ണയിക്കുന്ന ക്രോമസോം. ഇപ്പൊ 22 ജോഡി ക്രോമസോമിന്റെ ജോലി ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതാണ് നമ്മുടെ ലിംഗം നിർണ്ണയിക്കുന്നത്. അവസാനത്തെ 2 എക്സും വൈയും. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്കൊരു ജീൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രോമസോമിനകത്തുള്ള ഒരു കേട് ഒരു രോഗമായി മാറുന്നത്? നമ്മുടെ ഈ പറഞ്ഞ മസ്കുലർ ഡിസ്ട്രോഫിയിലെ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ ഒരു അസുഖമാണ് ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ആ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫിയാണ് നമ്മൾ ഇന്ന് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി എങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് മറ്റേ തലമുറയിലേക്ക് വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇതിനെ നമ്മൾ ഈ എക്സ് ക്രോമസോമിലാതിരിക്കുന്ന ഒരു ജീനാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ആ ജീന് കേട് വരുമ്പോഴാണ് ഈ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ള അസുഖം വരുന്നത്. ഈ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി വരാനുള്ള കാരണം നമ്മുടെ എക്സ് ക്രോമസോമിനകത്തിരിക്കുന്ന DMD ജീനകത്തൊരു കേട് വരുന്നു. ആ കേട് അടുത്ത ജനറേഷനിലോട്ട്, അത് അടുത്ത തലമുറയിലോട്ട് നമ്മൾ പകർന്നാണ് ഈ അസുഖം വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 പേർ ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വലതുവശത്തുള്ള പടം നോക്കുകയാണെങ്കിൽ ആ പിങ്ക് കളറുള്ള ആളാണ് അൺഅഫക്റ്റഡ് മദർ, കാരിയർ. അതിനകത്ത് ആ 2 ജീനുണ്ട്. എക്സ് അമ്മയാണ്ട് 2 എക്സ് ക്രോമസോമാണ്. ഒരെണ്ണത്തിനകത്ത് ഒരു പിങ്ക് കളറും ഒരെണ്ണത്തിനകത്ത് ഒരു നീല കളറും ഉള്ളൊരു ജീൻ കാണാം. ഈ നീല കളറുള്ള ജീനാണ് കേട് വന്ന ജീൻ. അച്ഛന്റെ സൈഡിലാണെങ്കിൽ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. അതിനകത്ത് ആ ക്രോമസോമിന് കളർ പിങ്ക് തന്നെയാണ്, അതിന് കേടില്ല. അപ്പൊ ഇവര് തമ്മിൽ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഈ 4 ക്രോമസോമും 4 തരത്തില് കോമ്പിനേഷൻ വരാം. ഒരു കോമ്പിനേഷൻ ഈ എക്സും അച്ഛന്റെ എക്സും അമ്മയുടെ നല്ല എക്സും കൂടെ ചേർന്ന് ഒരു പെൺകുട്ടി ഉണ്ടാകുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്തത് അച്ഛന്റെ വൈയും അമ്മയുടെ എക്സും നല്ല എക്സ് ക്രോമസോമായിട്ട് വരുന്നു, അവർക്കും കുഴപ്പമൊന്നുമില്ല. മൂന്നാമത് വരുന്ന കുട്ടി ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് അമ്മയുടെ അസുഖമുള്ള ക്രോമസോമും അച്ഛന്റെ അസുഖം ഇല്ലാത്ത ക്രോമസോം വന്നു. പക്ഷെ അതിനകത്ത് അച്ഛന്റെ നല്ല ക്രോമസോം ഉള്ളതുകൊണ്ട് ആ കുട്ടിക്കും അസുഖമില്ല. പക്ഷെ 4ാമത്തെ കുട്ടിയെ ശ്രദ്ധിക്കുക, അത് ആൺകുട്ടിയാണ്. കാരണം അതിനൊരു എക്സ് ക്രോമസോമും വൈ ക്രോമസോം ആണ് ഉള്ളത്. വൈ ക്രോമസോമിനകത്ത് ഈ ജീൻ ഇല്ല. എക്സ് ക്രോമസോമിനകത്തുള്ള ജീൻ കേട് വന്നത്. അപ്പോൾ ഈ കുട്ടി മാത്രം ഒരു ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ള അസുഖം ബാധിക്കും. ഇതിന്റെ അർത്ഥം ഈ എക്സ് ലിങ്ക് റിസസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു അസുഖം ആൺകുട്ടികൾക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ. രണ്ടാമത് എല്ലാ ആൺകുട്ടികൾക്കും ബാധിക്കണമെന്നില്ല. കാരണം നമ്മൾ കണ്ട 2ാമത്തെ കുട്ടി ആണാണ്, പക്ഷെ ആ കുട്ടിക്ക് വന്നിട്ടില്ല. എല്ലാ ആൺകുട്ടികൾക്ക് വരണം നിർബന്ധമൊന്നുമില്ല. 3ാമത്തെ കാര്യം, ഇതിനകത്ത് പെൺകുട്ടികൾക്ക് അസുഖം ഇല്ലെങ്കിൽ അവർ കാരിയർ ആയിരിക്കും. കാരിയർ പറഞ്ഞാൽ അവരുടെ ദേഹത്ത് ആ ജീനുണ്ട്, പക്ഷെ 2 എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് ഒരു ജീൻ കേടാണെങ്കിലും മറ്റേ ജീൻ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി ആൺകുട്ടികൾക്ക് മാത്രം കാണുന്നത്. അത് പക്ഷെ വരുന്നത് അമ്മയുടെ സൈഡിൽ നിന്നുമായിരിക്കും. ആ കേടായ ജീൻ അമ്മയുടെ സൈഡിൽ നിന്ന് വരുന്ന ജീനാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ, ഇതിനെയാണ് നമ്മുടെ എക്സ് ലിങ്ക് റിസസീവ് എന്ന് പറയുന്നത്. ഇതുപോലെ പലതരത്തിലുള്ള പാറ്റേണുകളുണ്ട്. നമുക്ക് ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫിയെ കുറിച്ച് ഇന്ന് കൂടുതൽ പറയുന്നതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തിന്റെ മാത്രം എങ്ങനെയാണ് കൈമാറി വരുന്നു പറഞ്ഞത്. അപ്പോൾ എക്സ് ക്രോമസോം ഉള്ള ആ ക്രോമസോമിനകത്തുള്ള ജീനിൽ കേട് വന്നു. ആ ജീൻ മക്കൾക്ക് കൊടുക്കുന്നു. മക്കൾക്ക് കിട്ടുമ്പോഴത്തേക്ക് പെൺകുട്ടികൾക്ക് 2 എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് ഒരു എക്സ് ക്രോമസോം കേടായാലും മറ്റേ എക്സ് ക്രോമസോം അത് കോമ്പൻസേറ്റ് ചെയ്യും. പക്ഷെ ആൺകുട്ടികൾക്ക് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, മറ്റേ വൈ ക്രോമസോം ആയതുകൊണ്ട് ആ എക്സ് ക്രോമസോം ഉള്ള കേട് പുറത്തു വരുന്നു. അങ്ങനെയാണ് ഈ മസിലുകൾ സൂക്ഷിച്ചു പോകുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ ചോദ്യം, ഒരു ജീൻ കേടായി എന്നും പറഞ്ഞ് നമ്മുടെ ദേഹം മുഴുവൻ തളർന്നു പോകുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ജീന്റെ കേടിന് നമ്മൾ ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പേശികളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം.
നമ്മുടെ മസിലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള മസിലുണ്ട്. ഒന്ന് ഹാർട്ടിന്റെ മസിൽ, അതാണ് കാർഡിയക് മസിൽ, ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മസിൽ. പിന്നെ നമ്മുടെ കയ്യിലും കാലിലും ബലം കൊടുക്കുന്ന മസിൽ, അത് സ്കെൽറ്റൽ മസിൽ. പിന്നെ നമ്മുടെ ഇൻഡസ്റ്റൈൻ, അതായത് നമ്മുടെ കുടലുകളിലൊക്കെ ഇരിക്കുന്ന മസിലിനാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മുടെ ഈ മസിലുകളെല്ലാം ഈ ഉണ്ടാക്കിയേക്കുന്ന ഘടന ഒന്ന് തന്നെയാണ്. അത് ഇരിക്കുന്ന സ്ഥലം വേറെയാണ്. ഹാർട്ടിലാകുമ്പോൾ കാർഡിയക് മസിൽ എന്ന് വിളിക്കുന്നു, പുറത്തുള്ളതിനെ സ്കെൽറ്റൽ മസിൽ എന്ന് വിളിക്കുന്നു, കുടലിലുള്ളതിന് സ്മൂത്ത് മസിൽ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ മസിലുകൾക്ക് എല്ലാത്തിനും ഈ ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞൊരു ഈ മസിലുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഡിസ്ട്രോഫിൻ. ഇപ്പം നമ്മുടെ ഈ മസിലിന്റെ പടം കണ്ടാൽ അറിയാം, ഒരു നീണ്ട ട്യൂബ് പോലെയാണ് ഈ മസിൽ ഇരിക്കുന്നത്. അപ്പൊ മസിലിനകത്ത് തന്നെ വീണ്ടും വീണ്ടും കുഞ്ഞു കുഞ്ഞു ട്യൂബുണ്ട്. ആ ട്യൂബുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മഞ്ഞ നിറത്തിലിരിക്കുന്ന സാധനമാണ് ഡിസ്ട്രോഫിൻ. ഈ ഡിസ്ട്രോഫിനകത്താണ് നമ്മള് ഒരു കേട് വന്നിട്ട് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, എക്സ് ക്രോമോസോമിനകത്ത് ഒരു ജീൻ കേട് വരുന്നുണ്ട്. ആ ജീനിന്റെ പേര് DMD ജീൻ, ഡ്യൂഷീൻ മസ്കുലർ ഡിസ്ട്രോഫി ജീൻ എന്നാണ് പേര്. ആ ജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് ഈ ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ. ഈ ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ കേട് വരുമ്പോൾ ആ നമ്മൾ ഈ കണ്ട ട്യൂബ് പോലുള്ള ആ സ്ട്രക്ചർ ഡാമേജ് വരും. കാരണം ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഴലിന് നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ കുഴല് കേടായി പോകും തോറും ഓരോരോ മസിലുകൾ നശിച്ചു പോകും. കാരണം ഈ ഡിസ്ട്രോഫിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഴല് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ കുഴലിനകത്തോട്ട് കാൽഷ്യം കയറി അത് എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്ത് കുത്തിയിപ്പിച്ച് അതിനെ നശിപ്പിച്ച് കളയും. അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞിനുണ്ടാക്കുന്ന മസിലുകൾ അത് പിന്നെ വളരുകയാണ് വേണ്ടത്. പക്ഷെ ഈ ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ ഇല്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ ഓരോരോ മസിലായിട്ട് നശിച്ചു പോകും. ഇങ്ങനെയാണ് ഇത് പതുക്കെ പതുക്കെ ഓരോ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അപ്പൊ ഒരു ജീൻ മ്യൂട്ടേഷൻ എക്സ് ക്രോമസോമൽ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ അത് ആൺകുഞ്ഞിന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഡിസ്ട്രോഫിൻ എന്നുള്ള പ്രോട്ടീൻ ശരിയായി ഉണ്ടാകാത്തതിനാൽ അവരുടെ മസിലുകൾ പതുക്കെ പതുക്കെ നശിച്ചു പോയിട്ടാണ് ഈ ബലക്കുറവിലോട്ട് പോകുന്നത്. അപ്പം ഇതിന്റെ ലക്ഷണങ്ങളും അതുപോലെ ഓരോന്നും പടിപടിയായിട്ടേ വരുള്ളൂ. കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടും കാണില്ല. കാരണം കുഞ്ഞ് കരയുന്നുണ്ടാവും, കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടാവും, എല്ലാം നോർമലായിരിക്കും. പക്ഷെ ഒരു വയസ്സൊക്കെ അടുക്കാറാകുമ്പോൾ നമ്മൾ കമിഴ്ന്ന് വീഴുന്നില്ല, അല്ലെങ്കിൽ നിൽക്കുന്നില്ല, നടക്കുന്നില്ല എന്ന് കാണുമ്പോഴായിരിക്കും നമുക്കൊരു സംശയം തോന്നുന്നത്. കാരണം ഇവര് കിടക്കുമ്പോഴത്തേക്കും മസിലിന്റെ ആവശ്യമില്ല, വെറുതെ കിടക്കുവാണ്. കമിഴണമെങ്കിൽ മസിൽ വേണം, നിൽക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും മസിലിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ സമയമാകുമ്പോഴേ നമ്മൾ മനസ്സിലാകത്തുള്ളൂ ഇതെന്തോ ഒരു പ്രശ്നം ഈ കുഞ്ഞിനുണ്ടെന്നത്. ഇപ്പൊ ഒരു ആൺകുഞ്ഞ് താമസിച്ചാണ് കമിഴ്ന്ന് വീഴുന്നത്, ഇരിക്കാൻ താമസിക്കുന്നു, നടക്കാൻ താമസിക്കുന്നു, നടന്നു തുടങ്ങിയാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നു. വീഴുക മാത്രമല്ല, പടി കയറാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഇടുപ്പിലുള്ള മസിലുകള്, കാലിലുള്ള മസിലുകളൊക്കെ ബലക്കുറവ് തുടങ്ങിയ സമയത്ത് ഒരു പടി കയറാൻ ബുദ്ധിമുട്ട് കാണും. ഇല്ലെങ്കിൽ ഇവർക്ക് ചാടാൻ ബുദ്ധിമുട്ട് കാണും, കാല് പൊക്കാൻ പറ്റുന്നില്ല. കാരണം മസിലിന് ബലക്കുറവുണ്ട്. അവരെങ്ങനെങ്കിലും പിടിച്ചു നടക്കും, പക്ഷെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് തട്ടിയാൽ മറിഞ്ഞു വീഴും. പടി കയറണമെങ്കിൽ 2 പടിയും കൂടെ ഒന്നിച്ച് ചവിട്ടിയേ കയറുള്ളൂ. അല്ലെങ്കിൽ ചാടാൻ പറഞ്ഞവർക്ക് ചാടാൻ പറ്റത്തില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ആദ്യം സംശയം വരുന്നത്. ഇതിന്റെ പുറമെ ചില കുട്ടികള് അവര് നടക്കുമ്പോൾ അവരുടെ ഉപ്പൂറ്റി കുത്താതെ അവരുടെ വിരലുകളിൽ കുത്തി നടക്കുക, ടിപ്റ്റോ വാക്കിംഗ് നമ്മൾ പറയുന്നത്, അങ്ങനെ ഉള്ള ലക്ഷണങ്ങളും ഇവർക്ക് വരാം. ആദ്യത്തെ ഈ ഒരു 1-2 വയസ്സിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഓടുന്ന പ്രായമാകുമ്പോൾ ഇവർക്ക് ഓടാൻ പറ്റുന്നില്ല, സ്പീഡ് കാണത്തില്ല. അത് പതുക്കെ പതുക്കെ നമ്മൾ കണ്ടുപിടിച്ച് പോകുന്നില്ലെങ്കിൽ അടുത്ത ഇത് കൂടുമ്പോൾ കൈയിന്റെ മസിലിനെ ബാധിക്കാൻ തുടങ്ങും. കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ പതുക്കെ പതുക്കെ ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കൈനെ ബാധിക്കും. ഒരു 8-9 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് പതുക്കെ നമ്മുടെ നെഞ്ചിലെ മസിലിനെയും കൂടെ ബാധിക്കാൻ തുടങ്ങും. കാലിലെ മസിൽ വന്നതോടെ നടക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങി, ഓടാനും ചാടാനും പറ്റാതെ നിൽക്കുവാണ്. ആ സമയം കയ്യിലെ മസിലിനെ ബാധിക്കാൻ തുടങ്ങി. ഒരു 8-9 വയസ്സായി കഴിയുമ്പോൾ ഒരു നെഞ്ചിന്റെ മസിലിനെയും ബാക്കിയുള്ള ദേഹത്തുള്ള മസിലെയും ഇത് ബാധിക്കും. ആ സമയം പറ്റുന്നുണ്ട്, നെഞ്ചിലെ മസിൽ ഉണ്ടെങ്കിൽ നമുക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുള്ളൂ, നേരെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് പതുക്കെ ഇവർക്ക് ഈ നടക്കുന്ന മസിലുകളുടെ ബലക്കുറവ് കാരണം ഇവർ വീൽ ചെയറിലാണ്. ഒരു 10-12 വയസ്സ് ചെയ്യുമ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ട് വരും. കാരണം ഇവിടെ ബാക്കിയുള്ള എല്ലാ മസിലിനെയും ഇത് ബാധിച്ചിട്ട് മസിലുകളുടെ ബലക്കുറവ് വന്നിട്ട് ഇവർക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ അവസാനം കട്ടിലിൽ കിടന്നു പോകും. ആദ്യം തുടക്കത്തിൽ ഇവർക്ക് നടക്കാനും ചാടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 6 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൂടിയിട്ട് ഒരു 8 വയസ്സൊക്കെ ആകുമ്പോൾ വീൽ ചെയറിലാകും. 10 മുതൽ 12 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവര് ബെഡിൽ നിന്ന് പോലും എഴുന്നേക്കാൻ പറ്റാതെ ബെഡിൽ കിടപ്പാകും. ഇതിന്റെ കൂടെ ഇവരുടെ മസിലുകളെല്ലാം ശോഷിച്ചു പോവുകയും ചെയ്യും. കാരണം മസിൽ നശിക്കും തോറും അതിന്റെ സൈസ് കുറയും. അപ്പൊ ഇങ്ങനെയാണ് ഇത്
കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലോട്ട് പോകുന്നത്. അപ്പൊ ജനിക്കുന്ന സമയത്ത് നല്ലൊരു ആരോഗ്യമുള്ള കുട്ടിയായിരിക്കും. ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, എന്തോ ഒരു അപാകതയുണ്ട്, കാരണം കമിഴ്ന്ന് വീഴാൻ താമസിക്കുന്നു, ഇരിക്കാൻ താമസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഓരോ ലക്ഷണങ്ങൾ വന്നു തുടങ്ങും. 3-4 വയസ്സാകുമ്പോൾ യൂഷ്വലി ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, ഡോക്ടർ ഇത് കണ്ടുപിടിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. പതുക്കെ പതുക്കെ കൂടിക്കൂടി വരുന്ന ഒരു അസുഖമാണ് ഈ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി. അത് ആൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആൺകുട്ടികളെ മാത്രം ബാധിക്കാനുള്ള കാര്യവും നമുക്ക് ഇതാണ്. കാരണം ആ ജീൻ എക്സ് ക്രോമസോമിനകത്തുള്ളതായോണ്ട് ആ ജീൻ വേറെ പെൺകുഞ്ഞുങ്ങൾക്ക് 2 എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് അവരെ ഇത് ബാധിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇത് ആശുപത്രി വരെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവര് ചില കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കുട്ടികള് അവർക്ക് തറയിരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് തന്നെ കണ്ടുപിടിക്കും ഇത് എങ്ങനെ എഴുന്നേക്കണം എന്നുള്ളത്. അവര് പതുക്കെ കൈന് ആ സമയത്ത് ബലം ഉള്ളതുകൊണ്ട് കൈ പതുക്കെ തൊടയിൽ വെച്ച് പിടിച്ച് കയറും. ഈ പടത്തിൽ കാണുന്ന പോലെ അവരത് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കൈ കുത്തി, അത് കഴിഞ്ഞിട്ട് കൈ പൊങ്ങി, പിന്നെ തൊടയിൽ കൈ വെച്ച് അങ്ങനെ പോകും. ഇതിനെയാണ് ഞങ്ങൾ ഗോവോ സൈൻ എന്ന് പറയുന്ന ഒരു സൈൻ. ഇങ്ങനെ ഒരു സൈൻ ഒരു കുട്ടിയിൽ കണ്ടാൽ, നമ്മൾ എഴുന്നേക്കണമെങ്കിൽ ആദ്യം കൈ കൊണ്ട് തറയിൽ കുത്തി എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ട് പതുക്കെ അത് തൊടയിൽ കൈ വെച്ച് പതുക്കെ എഴുന്നേക്കുവാണെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി ആയിരിക്കാം നമ്മൾ സംശയിക്കും. ഇതേമാതിരി ചില കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞല്ലോ, മസിലുകളൊക്കെ ശോഷിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ ഈ തൊടയുടെ കണങ്കാലിന്റെ തൊട്ട് മുകളിലുള്ള ഈ മസിൽ ചിലപ്പോൾ വണ്ണം കൂടി നിൽക്കും. അതിന് ബലം കുറവാണ്, പക്ഷെ അതിന്റെ വണ്ണം കൂടിയിരിക്കും. അതിന് ഞങ്ങൾ കാഫ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് നിൽക്കുമ്പോൾ അവരുടെ വയറ് തള്ളി ഉന്തി നിൽക്കുന്നത് നിങ്ങൾ ഈ ഒരു വളവ് കൂടുതലായിട്ട് കാണും. അവരുടെ ബാക്കിലെ മസിലുകളുടെ ബലക്കുറവ് വരുമ്പോഴത്തേക്ക്, നടുവിലെ മസിലുകളുടെ ബലക്കുറവ് വരുമ്പോൾ അവരുടെ വയറ് ഉന്തി മുന്നോട്ട് നിൽക്കും. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവർക്ക് ഉപ്പൂറ്റി തറയെ കുത്താതെ നടക്കുന്ന ടിപ്ടോ വാക്കിംഗ് എന്ന് പറയുന്ന പാദത്തിന്റെ വിരൽത്തുമ്പ് കുത്തി നടക്കുന്ന ഒരു ലക്ഷണമാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫിയാണ് ഡയഗ്നോസ് ചെയ്യും. ഇതിന്റെ പുറമെ ഇവരുടെ വയസ്സ് കൂടുന്തോറും, ഇത് കുഞ്ഞു പിള്ളേരിലാണ് കാണുന്നത്, കുറച്ചുകൂടെ വയസ്സ് കൂടുമ്പോഴത്തേക്ക് ഇവരുടെ ഈ പേശികളെല്ലാം ബലക്കുറവ് വന്നിട്ട് ജോയിന്റുകളൊന്നും അനങ്ങാതെ. ജോയിന്റുകൾ കുറെ ദിവസം നമ്മൾ അനക്കാതിരുന്നു, നമ്മളിപ്പോ ഒരു കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ട് അനങ്ങാതിരിക്കുമ്പോൾ അത് സ്റ്റിഫായി പോകുന്ന, കട്ടിയായി പോകുന്ന കണ്ടുണ്ട്. കൈ പിന്നെ നോക്കാനും മടക്കാനും പറ്റാതെ പോലെ വരുന്നത് പോലെ ഇവരുടെ മസില് ബലക്കുറവ് വരുന്നതോടെ ഇവരുടെ കൈ പൊക്കാനും താക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഈ ജോയിന്റ് ബലക്കുറവ് വരുന്നപ്പം ഇവിടെ ഒന്ന് സ്റ്റിഫായി പോകും. അതിനാണ് ഞങ്ങൾ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാ ജോയിന്റും വരാം. നീ ജോയിന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെയുള്ള ജോയിന്റ്, മുട്ട്, തോളെല്ല്, ഇതെല്ലാ ജോയിന്റിലും നമുക്ക് സ്റ്റിഫ്നെസ് വരുന്നതിനാണ് നമ്മൾ ഈ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, നമ്മൾ ഇത് അനങ്ങിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് സ്റ്റിഫായി പോകും. അതുകൊണ്ട് നമ്മൾ പിന്നെ അതിന്റെ ചികിത്സ വരുമ്പോൾ അവിടെ ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ കൺട്രാക്ചർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറെ കുറെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഇവർക്ക് കാണാം. കാരണം ഇത് കുറെ കാലം ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കാലിന്റെ ഉപ്പൂറ്റി അകത്തോട്ട് വളഞ്ഞിട്ട് ഇക്കനോസ്പാരസ് ഡിഫോമിറ്റി ഞങ്ങൾ പറയുന്നൊരു ഡിഫോമിറ്റി ഉണ്ടാകാം. ഇതല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഈ അവരുടെ നട്ടൽ മൊത്തമായിട്ടേ വളഞ്ഞു പോയിട്ട് സ്കോളിയോസിസും ലോഡോസിസും വരാം. ചില കുട്ടികൾക്ക് തിമിരം വരാം. ഇതൊക്കെ ഇതിന്റെ കൂടെ കാണുന്ന ലക്ഷണങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാകണം നിർബന്ധമില്ല. ഇതാണ് സ്കോളിയോസിസ് നമ്മൾ പറയുന്നത്. നമ്മുടെ നട്ടല് മൊത്തമായിട്ടേ വളഞ്ഞ് ഇരിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ സ്കോളിയോസിസ്. അപ്പൊ അവര് ഇരിക്കുമ്പോൾ അവരുടെ നട്ടല് വളഞ്ഞ് ദേഹം മുഴുവനായിട്ടൊരു ചെരിവ് കാണും. പിന്നെ ഇത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശ്വാസകോശം വർക്ക് ചെയ്യുന്നത് നെഞ്ചിലെ മസിലുകൾ പുറത്തോട്ട് വലിക്കുമ്പോഴാണ് ശ്വാസം അകത്തോട്ട് കയറുന്നത്. ഈ നെഞ്ചിലെ മസിലും കൂടെ ബലക്കുറവ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇവർക്ക് ശ്വാസമുട്ട് വരും. അതൊരു 12-15 വയസ്സൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. അതുവരെ ഇവർക്ക് ശ്വാസമുട്ടൊന്നും കാണത്തില്ല. ഈ 12 വയസ്സൊക്കെ ആകുമ്പോൾ ശ്വാസമുട്ട് വരുമ്പോൾ ഈ നടക്കുമ്പോഴാണ് വരുന്നത്. അപ്പൊ പക്ഷേ ഒരു 12 വയസ്സൊക്കെ ഒരു വീൽ ചെയറിലോട്ടാകും ആ ശ്വാസമുട്ട് കുറയും. കാരണം ഇവര് പിന്നെ എക്സേർട്ട് ചെയ്യുന്നില്ല. പക്ഷെ പ്രശ്നം വെച്ചാൽ ഇത് ചുമച്ച് പുറത്തു വരണമെങ്കിൽ നമ്മുടെ ഈ നെഞ്ചിലെ മസിൽ ആവശ്യമുണ്ട്. ഈ നമ്മുടെ ഈ നെഞ്ചിലെ മസില് ബലക്കുറവാണെങ്കിൽ ഇവർക്ക് ചുമച്ച് പുറത്തു വിടാൻ പറ്റത്തില്ല, കഫൊന്നും. അപ്പൊ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിനകത്ത് കഫക്കെട്ട് വരും.
ഇതേപോലെ നമ്മുടെ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, ഹാർട്ടിനകത്ത് ഹൃദയത്തിനെ ഉണ്ടാക്കിയേക്കുന്ന മസിലാണ്. ഈ മസിലിനകത്ത് ഡിസ്ട്രോഫിൻ ഉണ്ട്. കുറെ കഴിയുമ്പോഴത്തേക്ക് ഹാർട്ടില് ഈ മസിലിന് കേട് വരുമ്പോൾ ഹാർട്ടിന്റെ പമ്പിങ് കുറയാൻ തുടങ്ങും. ഹാർട്ടിന്റെ പമ്പിങ് കുറയാൻ തുടങ്ങുമ്പോൾ ഇവരുടെ ശ്വാസമുട്ട് കൂടാൻ തുടങ്ങും. കാരണം ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെ പതുക്കെ ഒരു 12-15 വയസ്സൊക്കെ ആകുമ്പോൾ ഇവര് ബെഡിലായിരിക്കും. അതിന് പുറമെ ഇവർക്ക് ശ്വാസമുട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരും. പിന്നെ ചില കുട്ടികൾക്ക് ഇതിന്റെ കൂടെ ഇത് മസിലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണെങ്കിലും ചിലർക്ക് ചെറുതായിട്ട് ബുദ്ധിക്ക് കുറവ് വരിക, അതായത് ഐക്യു കുറയുക, ചിലർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി വരിക, ഇതൊക്കെ ചില കുട്ടികൾ കാണാറുണ്ട്. പല കുട്ടികൾക്കും ഇതിന്റെ കൂടെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. കാരണം ഇവരുടെ ഉറക്കത്തിന്റെ തകരാറ് വരുന്നത് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വാസം എടുക്കുന്നത് കുറയും. ഒന്നാമത് ഇവരുടെ മസിലുകൾ വീക്കും കൂടെ ആയതുകൊണ്ട്, ബലക്കുറവും കൂടെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ഉറക്കത്തിനിടയ്ക്ക് ഇവർ ഞെട്ടി എഴുന്നേക്കും, ശ്വാസം കിട്ടാതെ. അതിനാണ് നമ്മൾ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക്, എല്ലാവർക്കും ഇല്ല, വളരെ ചുരുങ്ങിയ കുട്ടികൾക്ക് അവർക്ക് നേരത്തെ ഡയബറ്റീസ് വരാനുള്ള സാഹചര്യം കൂടെ ഈ അസുഖത്തിലൂടെ കാണാറുണ്ട്. ഇനി ഇതെങ്ങനെ, നമ്മളിപ്പോ ഒരു കുഞ്ഞ് വന്നു, നമ്മൾ കണ്ടുപിടിച്ചു ഇത് ഡുഷീനാണ്, നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കി. പക്ഷെ നമ്മളതിനെ കൺഫേം ചെയ്യണമല്ലോ, ഇത് തന്നെയാണ് നമുക്ക് പറയണമല്ലോ. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഒരു ടെസ്റ്റ്, അതും ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ടെസ്റ്റ്, എല്ലാ ലാബറട്ടറിയിലും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, CK എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ്. അത് ബ്ലഡിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. 200 രൂപ 300 രൂപ വരെ ആകുന്നുള്ളൂ ആ ടെസ്റ്റിന്റെ ചെലവ്. അപ്പൊ അത് യൂഷ്വലി നമ്മുടെ മസിലിനകത്ത് ഇരിക്കുന്ന ഒരു എൻസൈമാണ് ഈ ക്രിയാറ്റിൻ കൈനേസ്. അപ്പൊ ആ ക്രിയാറ്റിൻ കൈനേസ് മസിൽ ഡാമേജ് വരുമ്പോൾ അതിന്റെ നശിക്കും തോറും ഈ എൻസൈം മസിലിൽ നിന്ന് ബ്ലഡിലോട്ട് കയറും. ബ്ലഡിൽ ഇതിന്റെ അളവ് 10 മുതൽ 200 വരെ കൂടും. 200 മടങ്ങ് കൂടും. അപ്പം ഒരു നോർമലി ഇപ്പൊ ഒരു CPK ഒരു 290 വരെ വരുന്ന ആണ് നോർമൽ. ഈ കുട്ടികൾക്ക് ചിലപ്പോൾ 4000, 5000 ഒക്കെ ആയിരിക്കും ബ്ലഡിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് മസിലിന്റെ ഡാമേജ് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിപ്പോ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി ആകാം, വേറെ മസിലിന്റെ അസുഖം ആകാം. പക്ഷെ യൂഷ്വലി ഇതേ ലക്ഷണങ്ങളുമായിട്ട് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി ആയിട്ടാണ് എടുക്കുന്നത്. ഇതിന്റെ പുറമേ നമുക്ക് കരളിന്റെ എൻസൈമുകളുണ്ട്, AST ALT, അതും പലപ്പോഴും കൂടി ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അടുത്ത ലെവലാ, അപ്പൊ നമ്മള് ഈ ക്രിയാറ്റിൻ കൈനേസ് കൂടി കഴിഞ്ഞാൽ ഇനി നമ്മൾ കൺഫേം ചെയ്യണമല്ലോ ഇത് ഡുഷീൻ തന്നെ. അതിന് നമ്മൾ 3 തരം ടെസ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഇലക്ട്രോമയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മസിലിനകത്ത് ഒരു നീഡിലിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ഒരു ടെസ്റ്റ് മസിൽ ബയോപ്സി, മസിലിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ചിട്ട് ഈ ഡിസ്ട്രോഫിൻ ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റാണ് ജനറ്റിക് ടെസ്റ്റ്, അതായത് ജനിതക പരീക്ഷ. ഇതാണ് കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റ്. നമ്മുടെ ബ്ലഡിൽ നിന്ന് ആ ന്യൂക്ലിയസ് വേർതിരിച്ചെടുത്തിട്ട് അതിനകത്ത് ക്രോമസോമുകൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് നോക്കിയിട്ട് ആ പ്രത്യേക നമ്മുടെ DMD ജീൻ എക്സ് ക്രോമസോമിനകത്തുണ്ടല്ലോ, അതിന് എന്തെങ്കിലും കേടുണ്ടോ എന്ന് കൺഫേം ചെയ്യാം. അപ്പൊ DMD ജീൻ എന്ന് പറഞ്ഞാൽ എക്സ് ക്രോമസോമിനകത്തുള്ള ആ ജീൻ കേടാണെങ്കിൽ സംശയം ഒന്നുമില്ല, അത് ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ള അസുഖമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കൺഫേം ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു കുട്ടി വരുന്നു, ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നു, അവസാനം ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി ആണ് കണ്ടു. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് കുഞ്ഞിനെ എങ്ങനെ നമുക്ക് സഹായിക്കാം. അപ്പൊ നമുക്ക് 2 തരത്തിലുള്ള ചികിത്സയുണ്ട്. ഒന്ന്, നമുക്ക് ഈ മസിലിന്റെ ബലക്കുറവ് കൂടി വരുവാണല്ലോ, അപ്പൊ അത് ഒന്ന് കുറയ്ക്കാനായിട്ട് അതിന്റെ സ്പീഡെങ്കിലും ഒന്ന് കുറയ്ക്കാൻ. ഞാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടി ഒരു 3-4 വർഷം കൂടെ മുന്നോട്ടെങ്കിലും നടന്നു കിട്ടിയാൽ നമുക്ക് നല്ലതാണ്, വീൽ ചെയറിൽ പോകുന്നതിന് മുമ്പ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സെറ്റ് ഗുളികകളും ഒരു സെറ്റ് ചികിത്സകളും ഉണ്ട്. രണ്ടാമത്തത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബലക്കുറവ് വെച്ച് കുഞ്ഞ് ജീവിക്കണമല്ലോ, അപ്പൊ അതിനെ അവരെ പ്രാപ്തരാക്കാനുള്ള ബാക്കിയുള്ള ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള ചികിത്സ. ഒന്ന് മരുന്നുകൾ കൊടുക്കുന്ന ചികിത്സ, മറ്റൊരു ബാക്കിയുള്ള സപ്പോർട്ടീവ് ചികിത്സ. ഇത് നമ്മൾ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ മാത്രമല്ല, ന്യൂറോളജിസ്റ്റ് ആണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. കാരണം മസിലും നെർവും ഒക്കെ ന്യൂറോളജിസ്റ്റ് നോക്കുന്ന അസുഖത്തിന്റെ ഭാഗമായിട്ട് ന്യൂറോളജിസ്റ്റ് അസുഖം കണ്ടുപിടിക്കുന്നു. ബാക്കിയുള്ളവരുടെ മരുന്നുകൾ കൊടുക്കുന്ന ന്യൂറോളജിസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിന്റെ കൂടെ നമുക്ക് അവരുടെ ഹാർട്ടിനെ ബാധിക്കുമ്പോൾ കാർഡിയോളജിസ്റ്റിന്റെ സഹായം വേണം. നെഞ്ചിന്റെ മസിലിനെ ബാധിക്കുമ്പോൾ ചെസ്റ്റിന്റെ ഫിസിഷ്യൻ, അതായത് പൾമനോളജിസ്റ്റിനെ വേണം. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നെഞ്ചിന്റെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആൾക്കാരുടെ സഹായം വേണം. ഫിസിയോതെറാപ്പി കൈയും കാലും ചെയ്യുന്ന ആൾക്കാരുടെ സഹായം വേണം. ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളെ വേണം. ഡയറ്റീഷ്യന്മാരെ വേണം. സൈക്കോളജിസ്റ്റ് വേണം.
ജനറ്റിക് കൗൺസിലർ വേണം, മെഡിക്കൽ സോഷ്യൽ വർക്കർമാർ. ഇങ്ങനെ ഇത്രയും ആൾക്കാർ കൂടെ ചേർന്നൊരു ടീമാണ് ഈ കുട്ടികളെ ചികിത്സിക്കുന്നത്. ഒരു ഡോക്ടർ മാത്രമല്ല ചികിത്സിക്കുക, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇവരെ ചികിത്സിക്കേണ്ടത്. ഈ ചികിത്സയുടെ ഘടകങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും മരുന്നിനകത്ത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയാം എന്തൊക്കെയാ മരുന്നെന്നുള്ളത്. ഇപ്പൊ പുതുതായിട്ട് 2014 ശേഷം ജീൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത് ലഭ്യമായിരിക്കുന്നത് കൂടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ CMC വെല്ലൂർ ഇതുപോലുള്ള വലിയ ഇതിനകത്ത് മാത്രമാണ് നമ്മള് ചികിത്സകളുള്ളത്. വലിയ ആശുപത്രികളിൽ മാത്രമേ ഉള്ളൂ ഈ ചികിത്സ. അത് തന്നെ അത് ഒരു ട്രയലിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എന്താ പറയാ ചികിത്സ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളത്. അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമുക്ക് മരുന്നുകൾ അവിടെ പോയി ആ ട്രയലിനെ നമ്മൾ ബാധിച്ച് ചേർന്നിട്ട് അവരെ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് പറ്റുള്ളൂ. പലപ്പോഴും പറ്റുന്നത് നമ്മുടെ ഈ മരുന്നുകൾ കടയിൽ പോയി കിട്ടുന്ന മരുന്നല്ലാത്തതുകൊണ്ട് പലർക്കും ഈ മരുന്നുകൾ കിട്ടാറില്ല. അത് നമ്മൾ ഓരോ ട്രയലില് ജോയിൻ ചെയ്താൽ മാത്രമേ ഇവര് സമ്മതിക്കുള്ളൂ. തിരിച്ചെത്തി. അപ്പൊ നമ്മുടെ മരുന്നുകളുടെ ആദ്യം പറഞ്ഞു, മരുന്നുകളുടെ അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയാം. ജീൻ തെറാപ്പി 2016 മുതലാണ് നമുക്ക് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് വരുന്നത്. ഇന്ത്യയിൽ ഇതുവരെ അതൊരു കടയിൽ നിന്നോ മരുന്ന് കടയിൽ നിന്നോ മേടിക്കാവുന്ന ഒരു സാധനമല്ല. എയിംസ് ന്യൂഡൽഹി അല്ലെങ്കിൽ CMC വെല്ലൂർ അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഡോക്ടർമാര് ട്രയലായിട്ട് നടത്തുന്ന ഒരു ചികിത്സയാണിത്. നമ്മൾ ആ ഒരു ട്രയലിൽ എൻറോൾ ചെയ്താൽ മാത്രമേ ഈ ജീൻ തെറാപ്പി നടക്കുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതാണ്. ഫിസിയോതെറാപ്പി, ഓക്കുപേഷണൽ തെറാപ്പി, ശസ്ത്രക്രിയ ചികിത്സ, റെസ്പിറേറ്ററി ട്രീറ്റ്മെന്റ്, ശ്വസന സംരക്ഷണം, സപ്പോർട്ടീവ് കൗൺസിലിംഗ്, ജനിതക കൗൺസിലിംഗ്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മരുന്ന് നമുക്ക് ആ കൂടെ ഉള്ളത് ഒരു കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്ന് പറഞ്ഞൊരു മരുന്നാണ്. സ്റ്റിറോയിഡുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പെർനിസിൻ എന്ന് പറഞ്ഞൊരു ഗുളികയാണ്. അത് ബോഡിയുടെ വെയിറ്റ് വെച്ചിട്ട്, കുട്ടിയുടെ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ 0.75 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റിലാണ് കൊടുക്കുന്നത്. അത് വേറൊന്നും ചെയ്യുന്നില്ല. നമുക്കൊരു 3 വർഷത്തേക്ക് മുന്നോട്ട് ഈ ബലക്കുറവ് നീട്ടി വെക്കും. ഒരു 3 വയസ്സിൽ നമ്മളിത് കണ്ടുപിടിക്കുന്നു. ഒരു 6-7 വയസ്സാകുമ്പോൾ ആ കുട്ടി വീൽ ചെയറിൽ പോകുന്നതിന് പകരം ഒരു 10 വയസ്സ് വരെ വീൽ ചെയറിൽ പോകാതെ ഈ മരുന്ന് കഴിച്ചാൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടും. പക്ഷെ 10 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും ബലക്കുറവ് തീർച്ചയായിട്ടും കൂടും. ബലക്കുറവ് കൂടി വീൽ ചെയറിലാകും, കുറച്ച് കഴിയുമ്പോൾ കിടപ്പിലോ ആകും. അപ്പൊ ആ ഒരു മരുന്നിന്റെ ആ കൂടെയുള്ള ഒരു ഇഫക്റ്റ് നമുക്ക് കുറച്ചും കൂടെ കുട്ടിയെ നടത്തിയെടുക്കാം. ആ നടത്തിയെടുക്കുന്നതിന് പുതിയതായിട്ട് എന്തെങ്കിലും ഭാവിയിൽ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഇത് കൊടുക്കാം. അതാണ് ഈ മരുന്നിന്റെ ഉദ്ദേശം. അല്ലാതെ ഈ മരുന്ന് ഈ അസുഖം മാറ്റാനോ ക്യൂർ ചെയ്യാനോ അല്ല അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ഈ മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ മരുന്നുകൾക്ക് പ്രശ്നം സ്റ്റിറോയിഡ് ആയതുകൊണ്ട് ഇവർക്ക് ഈ കുട്ടികൾക്ക് ഭാരം കൂടുമ്പോൾ ഇവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൂടും. രണ്ടാമത്തെ ഇവരുടെ ബോണുകളുടെ തിക്നെസ് കുറയും, എല്ലിന്റെ തിക്നെസ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉള്ള ഒരു മരുന്നാണ് സ്റ്റിറോയിഡ്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറയുന്നതനുസരിച്ച് മാത്രമേ ഈ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ പറഞ്ഞല്ലോ ജീൻ തെറാപ്പി 2016 ആദ്യമായിട്ട് ലോകത്ത് തന്നെ അപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞ ജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ DMD ജീനിൽ തന്നെ പല ഭാഗത്തായിട്ട് കേടുകൾ വരാം. ആ ഒരു ജീനിൽ 51ാമത്തെ ഒരു എക്സോൺ കേടായിട്ടുള്ളവർക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ആദ്യമായിട്ട് അവർ കണ്ടുപിടിച്ചത്. എറ്റിപ്ലസൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് 2016 സെപ്റ്റംബറിൽ വന്നു. അമേരിക്കയിൽ അത് അവര് സമ്മതിച്ചു അത് ഉപയോഗിക്കാൻ. പക്ഷെ ആ എക്സോൺ 51 കേടുള്ള കുട്ടികൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാ ഡ്യൂഷൻ മസ്കുലർ ഡിസ്ട്രോഫി ഉള്ളവർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു കേടുണ്ടെങ്കിൽ മാത്രം ഇവര് ഈ മരുന്ന് കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ 9 വർഷമായിട്ട് ഈ മരുന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഇവിടെ. ഈ 9 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും ഉള്ളൂ ഇതിനെ കുറിച്ച്. ഇത് എത്ര കാലം ഇതിന്റെ ഇഫക്റ്റ് കിടക്കും, എങ്ങനെ മുന്നോട്ട് പോകുന്ന നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ 2019 ആയപ്പോൾ എക്സോൺ 53 കേടുള്ള കുട്ടികൾക്ക് വരുന്ന ഒരു പുതിയ മരുന്ന് കിട്ടി. ഗോളോഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് അംഗീകരിച്ചു. അതും പക്ഷെ ഈ എക്സോൺ 53 കേടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. 2020 ആയപ്പോൾ വീണ്ടും വിഡ്ലറസിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് വന്നു. 2021 കാസ്മർസൻ എന്ന് പറഞ്ഞൊരു മരുന്ന്. അപ്പൊ ഇപ്പൊ 4 ജീൻ തെറാപ്പികൾ നടക്കുന്നുണ്ട് ലോകത്ത് എല്ലായിടത്തും. പക്ഷെ ഇതിന്റെ പ്രശ്നം എല്ലാ കുട്ടികൾക്കും പറ്റുന്നതല്ല. ഡ്യൂഷൻ മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ട്, പ്ലസ് അവർക്ക് ഇങ്ങനെ ഓരോരോ
എക്സോൺ 53, എക്സോൺ 45 അങ്ങനെയുള്ള കറക്റ്റ് അവിടെ കേടുണ്ടെങ്കിൽ മാത്രമേ ഈ ജീൻ തെറാപ്പി കൊണ്ട് ഗുണമുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2023 പുതിയൊരു മരുന്ന് വന്നു. ഒറ്റ ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുക്കുന്ന ഒരു മരുന്നാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല ഈ മരുന്ന്. 1-2 മണിക്കൂർ കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനകത്ത് അവർ ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രോഫിനോ ഏതായാലും വരുന്നില്ല. എന്നാൽ മൈക്രോ ഡിസ്ട്രോഫിൻ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീൻ നമ്മുടെ ദേഹത്ത് കുത്തിവെക്കുന്നു. അപ്പൊ ഡിസ്ട്രോഫിന് പകരം ഈ മൈക്രോ ഡിസ്ട്രോഫിൻ മസിലിനകത്ത് ചെന്ന് മസിൽ നശിപ്പിക്കാതിരിക്കുന്ന ഒരു മെക്കാനിസമാണ് ഇവർ നോക്കുന്നത്. പക്ഷെ ഇതും ആപ്പിടി ഇപ്പോൾ 1-1.5 വർഷമായിട്ടുള്ളൂ പുറത്തിറങ്ങിയിട്ട്. അതിന്റെ ഇഫക്റ്റ് ഒന്നും കറക്റ്റായിട്ട് നമുക്ക് അസസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയിൽ വരും, അപ്പോഴത്തേക്കും നമുക്കത് നോക്കാം. പിന്നെ 24 ഒരു ഗുളിക വന്നിട്ടുണ്ട്. ഈ ഗുളിക നമ്മുടെ പ്രെഡ്നിസോലോൺ പോലെ തന്നെയുള്ള ഒരു ഗുളികയാണ്. ഇതിന്റെ സിറപ്പും കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ആ രോഗത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നു, നടക്കുന്ന കാലം കുറച്ചുകൂടെ കൂടുതൽ കൂട്ടുന്നു. അല്ലാതെ മറ്റേ ജീൻ തെറാപ്പി ഒരു അസുഖം മാറ്റാനല്ല ഇത് കൊടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള മരുന്ന്. രത്ന ചുരുക്കത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ കൂടെ ഉള്ളത് പ്രെഡ്നിസോലോൺ എന്ന സ്റ്റിറോയിഡ് മാത്രമാണ്. ബാക്കിയൊക്കെ ട്രയൽ പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഇഫക്റ്റ് ഒരു 8-9 വർഷമായിട്ട് തുടങ്ങിയ ചികിത്സയായിട്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മരുന്നിന് പകരം വേറെന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം കുട്ടികൾക്ക്? ഒന്ന്, അവരുടെ ആഹാരക്രമം നമുക്ക് നോക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ നിയന്ത്രണങ്ങളൊന്നും നമ്മൾ അവരോട് പറയാറില്ല. അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളാനാണ് പറയുന്നത്. പിന്നെ അവർക്ക് ഈ എല്ലിന്റെ കട്ടി കുറയും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവർക്ക് കാൽഷ്യം, വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കൊടുക്കുക. പിന്നെ ഓരോ ക്ലിനിക്കിൽ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡയറ്റീഷ്യൻ ഒന്ന് കാണിക്കണം. ഡയറ്റീഷ്യൻ അപ്പോൾ അവർക്ക് എത്ര വെയിറ്റ് ഉണ്ട്, ഇപ്പൊ എത്ര കലറി ഫുഡ്, ഏതൊക്കെയാണ് നല്ല ന്യൂട്രീഷൻ ഉള്ള ഫുഡ്, അതെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ ഡയറ്റീഷ്യൻ നമ്മുടെ ടീമിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആളാണ്. കാരണം അവരാണ് ഈ വെയിറ്റ് കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നടക്കാനും പറ്റത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ മസിലിന്റെ ബലക്കുറവുള്ളതുകൊണ്ട് ആവശ്യമുള്ള ന്യൂട്രീഷൻ വേണം താനും. അപ്പൊ അത് അവർ പറഞ്ഞു കൊടുക്കും. പിന്നെ രണ്ടാമത്തെ ഫിസിയോതെറാപ്പിയാണ്. ഇതിനകത്ത് ഉള്ള ഒരു പ്രശ്നം, ഇവരുടെ മസിൽ ഒന്നാമത് ബലക്കുറവുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ കൂടുതൽ കയറി ഫിസിയോതെറാപ്പി ചെയ്ത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മസിൽ പിന്നെയും വീക്കാവും. അപ്പൊ അതുകൊണ്ട് അത് അറിയാവുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് റേഞ്ച് ഓഫ് മോഷൻ വ്യായാമങ്ങൾ എന്ന് പറയാം, നമ്മുടെ ഈ കൈയിന്റെയും ജോയിന്റുകളൊക്കെ അനങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ ചെയ്ത് അടുത്ത ആ കട്ടിയാകാതിരിക്കാനുള്ളതും ആ ജോയിന്റ് ഒന്നും സ്റ്റിഫായി പോവാതിരിക്കാൻ അതിന് എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള ആ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ മാത്രമേ ഇവർ ചെയ്യുള്ളൂ. വേറെ ആരെങ്കിലും അറിയാത്ത ആൾക്കാർ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, അവർ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. കാരണം ഇവരുടെ മസിലിന് ബലമില്ല. അവര് വലുതായിട്ട് അവർക്ക് എഫേർട്ട് ഇടാനുള്ള ഒരു കഴിവില്ല. അവരുടെ അതിനെ ആയാസപ്പെടുത്താതെ ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി മാത്രമേ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുള്ളൂ. പിന്നെ ഈ ഫിസിയോതെറാപ്പിസ്റ്റുകൾ വേറൊരു മാർഗം കൂടെ കൊടുക്കുന്നത്, ഒന്ന് അവര് കാലിപ്പം പൊക്കാൻ പറ്റുന്നില്ല, പൊക്കാൻ പറ്റാതെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ബ്രേസ് എന്ന് പറയും, ഒരു പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെ മെറ്റൽ കൊണ്ടോ ഉള്ളൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കും. അപ്പൊ അവരുടെ കാല് താഴോട്ട് പോകാതെ പൊങ്ങി തന്നെ ഇരിക്കും. അതായത് AFO ബ്രേസ് എന്ന് പറയുന്നത്. അങ്ങനെ പല പല ബ്രേസുകളുണ്ട്. മുട്ട് മടങ്ങി പോകാതിരിക്കാൻ, കാലിന്റെ കണങ്കാലം മടങ്ങി പോകാതിരിക്കാൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നടക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ കൊടുക്കും. കുറച്ചുകൂടെ കഴിഞ്ഞവർക്ക് ഒട്ടും നടക്കാൻ വയ്യാതെ ആകുമ്പോൾ വാക്കർ പോലത്തെ സ്റ്റാൻഡിങ് ഫ്രെയിമുകളാവും. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റേജും കഴിയുമ്പോഴത്തേക്ക് വീൽ ചെയറുകൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് കൊടുക്കും. അടുത്ത സ്റ്റേജ് കിടപ്പാകുമ്പോൾ ഇലക്ട്രോണിക് ബെഡ് ആകുമ്പോൾ അവർക്ക് റിമോട്ട് വെച്ച് അവരുടെ തലയുടെ ഭാഗം പൊക്കാനും കാലിന്റെ ഭാഗം പൊക്കാനും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഫിസിയോതെറാപ്പിയിൽ ഇവർ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ. പിന്നെ നമ്മൾ ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു ബലക്കുറവ് വന്ന കുട്ടിക്ക് ആ ബലക്കുറവ് വെച്ച് മുന്നോട്ട് ജീവിക്കാൻ എങ്ങനെ പറ്റും എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ നമുക്ക് കയ്യിന് ബലക്കുറവുണ്ട്, വാരി കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് എങ്ങനെ സ്പൂൺ വെച്ച് കഴിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ എളുപ്പമാക്കുക, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഓക്യുപേഷണൽ തെറാപ്പിയുടെ ഒരു ഉദ്ദേശം. രണ്ടാമത്തെ, അവർക്ക് പേശികളുടെ ബലക്കുറവ് കൊണ്ട് അവർക്ക് സ്വയം നമുക്കിപ്പം തലമുടി ചെയ്യുവാനും പല്ല് തേക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ അതെങ്ങനെ മറികടക്കണം എന്നുള്ള മാർഗങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുത്ത് അവര് സ്വയം പര്യാപ്തമാക്കുക. മിനിമം അവരുടെ സ്വന്തം ദിനചര്യകളിലെങ്കിലും സ്വയം പര്യാപ്തമാക്കുക എന്നാണ് ഇവരുടെ ഒരു ഉദ്ദേശം. ഇത് മാത്രമല്ല, ഇവർക്ക് പെയിൻ മാനേജ്മെന്റ്, അത് വേദന വന്നാൽ അതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യണം, എങ്ങനെ നോക്കാം, ആ പെയിൻ എങ്ങനെ മാറ്റാം, അങ്ങനെയുള്ള ഓരോ പൊസിഷൻ. ചിലപ്പോൾ ഇപ്പൊ കൈ കുറെ നേരം ഒരുപോലെ ഇരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് വേദന വരുന്നത്. അപ്പൊ ആ വേദന മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക.
ഇവർക്ക് മാനസിക പിന്തുണ കൊടുക്കുക. കാരണം ഇവർക്ക് എപ്പോഴും ഒരു പേടിയും ഇത് ഇനി ഭാവിയിൽ എന്ത് വരും എന്നുള്ള ഒരു സങ്കടവും കുട്ടികൾക്ക് കാണും. അപ്പൊ അത് അവരെ സഹായിച്ചു കൊടുക്കുക, ഒരു മാനസിക പിന്തുണ കൊടുക്കുക. ഇതൊക്കെയാണ് ഓക്യുപേഷണൽ തെറാപ്പിയുടെ പ്രയോജനം. ഇനി ഉള്ളത് നമുക്ക് ശസ്ത്രക്രിയ ചില കുട്ടികൾക്ക് ആവശ്യമായി വരും. ഇപ്പൊ കൈയിന്റെ ഈ ഷോൾഡർ ജോയിന്റ് സ്റ്റിഫായി പോയി, കൈ പൊക്കാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സർജറി ചെയ്ത് അതിനെ ലൂസ് ആക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സർജറികളാണ് നമ്മൾ ഈ അസുഖത്തിന് കൊടുക്കുന്നത്. അത് എല്ലാവർക്കും വേണ്ടി വരത്തില്ല, ചില ഡിസ്ട്രോഫി ഉള്ളവർക്ക് മാത്രം ഇത് ആവശ്യമുള്ളൂ. സ്കോളിയോസിസ് സർജറി നമ്മുടെ നേരത്തെ കണ്ടല്ലോ, നട്ടിൽ വളഞ്ഞിരിക്കുകയാണെങ്കിൽ ശ്വാസം മുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ നട്ടിൽ നിവർത്തുന്നതാണ് ഈ സ്കോളിയോസിസ് സർജറി. ഇതൊന്നും ഭൂരിപക്ഷം കുട്ടികൾക്കും ആവശ്യം വരത്തില്ല, റെയറായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. ഏറ്റവും പ്രധാനമുള്ളത് നമുക്കൊരു 12 മുതൽ 15 വയസ്സാകുമ്പോൾ ഇവരുടെ നെഞ്ചിലെ മസിലുകളുടെ ബലക്കുറവ് വരുമ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റും പൾമനോളജിസ്റ്റിനെയും കൂടെ ഈ ടീമിനകത്ത് ഉൾപ്പെടുത്തും. അവർ പരിശോധിച്ചിട്ട് ഇവർക്ക് ശ്വാസമുട്ട് വരാതിരിക്കാനുള്ള ഉപകരണങ്ങൾ, അതാണ് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അത് നമ്മൾക്ക് മാസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മൂക്കിൽ വെക്കുന്ന ഉപകരണങ്ങൾ വെച്ചിട്ട് ശ്വാസം അകത്തോട്ട് തള്ളിക്കൊടുക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ നെഞ്ചിന്റെ മസിലിന്റെ ബലക്കുറവുണ്ടെങ്കിലും ഇവർക്ക് അത് ആ ഒരു ഉപകരണം വെച്ച് അവരുടെ ശ്വാസമുട്ട് മാറ്റാം. ഈ നോൺ ഇൻവേസീവ് വെന്റിലേഷന്റെ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ സർജറിയോ ഒന്നും ആവശ്യമില്ല. ആ ഒരു മിഷൻ മേടിക്കണം, ബൈപാപ്പ് സിപാപ്പ് എന്നുള്ള മിഷൻ ഉണ്ട്, അത് മേടിക്കുക, മാസ്ക് വെക്കുക, അത് മുഖത്ത് വെച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഈ ശ്വാസമുട്ട് പലപ്പോഴും രാത്രിയാണ് ആദ്യം തുടങ്ങുന്നത്, അതുകൊണ്ട് രാത്രി ആയിരിക്കും ആദ്യം വെക്കുന്നത്, പിന്നെയാണ് പകല് വേണ്ടി വരുന്നത്. ഇപ്പൊ 24 മണിക്കൂറും ഇതിന്റെ ആവശ്യം വന്നാൽ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ തൊണ്ടയിലൊരു ഹോൾ ഇടുക. അപ്പൊ ആ തൊണ്ടയിലൊരു ഹോൾ ഇട്ടിട്ട് അവിടെ ഒരു ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ആ ട്യൂബിലോട്ട് ഈ വെന്റിലേറ്റർ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വായിന്റെ മറ്റേ മാസ്ക് വെച്ചിട്ട് ഇവർക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നും ബുദ്ധിമുട്ട് പറ്റത്തില്ല. ഇതാകുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഒക്കെ ആ സമയം പറ്റുകയും ചെയ്യും. അതാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന ഒരു സർജറി. അത് ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ഇവിടെ ഇത്തിരി മരവിപ്പിച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഇടുന്ന ഒരു സർജറിയാണ്. അപ്പൊ അതൊക്കെ ഒരു 15-16 വയസ്സാകുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും. ഇനി ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ DMD മസിലിന്റെ അസുഖമാണെങ്കിലും ചില അനസ്തീഷ്യ മരുന്നുകളോട് ഇവിടെ ദേഹം പെട്ടെന്ന് കയറി പ്രതികരിക്കും. ചില അനസ്തീഷ്യ മരുന്ന് നമ്മുടെ സാധാരണ കൊടുക്കുന്ന അനസ്തീഷ്യ മരുന്ന് ഇവർ കൊടുത്താൽ ഇവർക്ക് പെട്ടെന്ന് റിയാക്ഷൻ പോലെ വന്ന് ജീവന് വരെ ആപത്ത് വരാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അനസ്തീഷ്യ വേണ്ടി വരുന്ന എന്തെങ്കിലും, ഇപ്പൊ മറിഞ്ഞു വീണു, കൈയൊന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടറോട് പ്രത്യേകം പറയണം ഇങ്ങനൊരു അസുഖമുണ്ട്. അപ്പൊ അതനുസരിച്ച് അനസ്തീഷ്യ ഡോക്ടർ അങ്ങനെയുള്ള മരുന്നുകൾ ഒഴിവാക്കി ഇങ്ങനെ കോംപ്ലിക്കേഷൻ വരാത്ത മരുന്നുകൾ കൊടുക്കും. അതിന് പുറമെ ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഹാർട്ടിന്റെ പമ്പിങ് കുറവാണെങ്കിൽ അതനുസരിച്ച് വേണമല്ലോ അനസ്തീഷ്യ കൊടുക്കും. അപ്പൊ കാർഡിയോളജിസ്റ്റിനെ ഒക്കെ കാണിച്ചിട്ട് മാത്രമേ ഈ സർജറിക്ക് വിടാവുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇതും ഇതിന്റെ ഇപ്പൊ മരുന്ന് നമ്മൾ കണ്ടു, ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, സർജറി, റെസ്പിറേറ്ററി സപ്പോർട്ട് കണ്ടു. ഇനി ആണ് നമുക്ക് സപ്പോർട്ടീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്തുകൊണ്ട് വന്നു എന്ന് ഇവർക്ക് മനസ്സിലാകണം. ഇപ്പൊ ചിലർ പറയും അത് രോഗം വൈറസ് കൊണ്ടുവന്നതാണ്. അങ്ങനെയൊന്നും അല്ല, ഇത് നമുക്ക് ജനിതകമായിട്ട് വരുന്നതാണ്. ഇതെങ്ങനെയാണ് ഇത് വരുന്നത്, ആർക്കൊക്കെ ഇത് വരും, അടുത്ത കുഞ്ഞിന് വരുമോ, ഇതെല്ലാം പഠിപ്പിക്കുന്ന നമ്മൾ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ അപ്പൊ തന്നെ അവർക്കൊരു പകുതി ടെൻഷൻ കുറയും. ഇനിയിപ്പോ അടുത്തൊരു പെൺകുഞ്ഞുണ്ടായി, അപ്പൊ അവർക്കറിയാം ആ പെൺകുഞ്ഞിന് എന്തായാലും മസ്കുലർ ഡിസ്ട്രോഫി വരത്തില്ല, ഡിഷ്യൻ മസ്കുലർ ഡിസ്ട്രോഫി കാണില്ല. അപ്പൊ അവർക്ക് ആ ടെൻഷൻ കുറയും. അത് മാത്രമല്ല, ഇത് ഈ ഒരു അസുഖമാണെന്ന് അറിയുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര സങ്കടവും കോപവും നിരാശയും ഭയവും ഒക്കെ വരും. അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കും. ഇതിന്റെ പുറമെ കുട്ടികൾക്കും ഈ സപ്പോർട്ടീവ് കൗൺസിലിംഗ് കൊടുക്കും. അവർക്ക് ഈ ഇങ്ങനെയുള്ള ഉത്കണ്ഠ, സമ്മർദ്ദം ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള റിലാക്സേഷൻ ടെക്നിക്കുകളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. അത് മാത്രമല്ല അവർ പോസിറ്റീവായിട്ട് ആലോചിക്കണം. അവർക്കും അറിയാം അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെ വീഴ്ചകളാകും, കിടപ്പിലാകും എന്ന് അവർക്കും അറിയാം. അപ്പൊ അവരെ എങ്ങനെ ഇത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും ഇവര് സപ്പോർട്ടീവ് കൗൺസിലിംഗ് ചെയ്ത് സഹായിച്ചു കൊടുക്കും. ഇതിന് പുറമെ കൂടെയുള്ള സഹോദരങ്ങൾ, കാരണം ഇത് മൂത്ത കുട്ടി കാണും, ഇളയ കുട്ടി കാണും, അവരാണ് ഈ കുഞ്ഞുങ്ങളെ കൂടുതലും പരിചരിക്കാൻ പോകുന്നത്. അപ്പൊ അവരെ ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് ഇവരെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ഈ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടി അവരെയും കൂടെ ഏൽപ്പിക്കണം. അങ്ങനെ വന്നാൽ ഈ
പെട്ടെന്ന് തന്നെ ഇവർക്കൊരു ഇമ്പ്രൂവ്മെന്റ് കാണാറുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിനകത്ത് കയറ്റി ഈ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനകത്ത് കൂടെയുള്ള സഹോദരന്മാരെയും കൂടെ ചേർക്കണം. അപ്പോൾ അവർക്കൊരു ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ അവർ തമ്മിൽ നിൽക്കും. അത് ഈ കുഞ്ഞിനെ വളരെയധികം സഹായിക്കും. പിന്നെ ഉള്ളത് നമ്മൾ ഏറ്റവും അവസാനത്തോട്ട് എത്തുമ്പോൾ മരിക്കാറാകുന്ന ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ അവർക്ക് ഗ്രീഫ് കൗൺസിലിംഗ് എന്ന് പറയും. ഇങ്ങനെ ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നമുക്കറിയാം കുഞ്ഞ് ഇത്രയും വരെയായി, ബെഡിലായി, കുഞ്ഞിനും കഷ്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം. നമുക്ക് ഈ വെന്റിലേറ്റർ മുന്നോട്ട് കൊണ്ടുപോകണോ, അത് വെന്റിലേറ്റർ അങ്ങ് ഒഴിവാക്കിയിട്ട് കുഞ്ഞിന്റെ കഷ്ടപ്പാട് തീർക്കണം. അതൊക്കെയാണ് ഈ സപ്പോർട്ട് കൗൺസിലിംഗ് അവസാനത്തെ കാലത്തുള്ള സഹായം. ഇത് കൊടുക്കുന്ന ആൾക്കാർ ഒന്ന് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ആണ്. മെഡിക്കൽ സോഷ്യൽ MSW കഴിഞ്ഞ ആൾക്കാർ ഇതിനെക്കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ട് ഈ അസുഖത്തിനെ കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കും. എങ്ങനെ ഇതിനെ തരണം ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകളുമായിട്ട് ഇവരെ ബന്ധിപ്പിച്ചു കൊടുക്കും. നമുക്ക് മൈൻഡ് അങ്ങനെ കുറെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അവിടെ ബാക്കിയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേപോലുള്ള നമ്മുടെ ജനറ്റിക് കൗൺസിലേഴ്സും ഇതിനെ സഹായിക്കും. അത് നമ്മുടെ സോഷ്യൽ വർക്കറിന്റെ ജോലി പറഞ്ഞു. അടുത്ത ജനറ്റിക് കൗൺസിലേഴ്സ് ആണ് ഇതെങ്ങനെയാണ് അടുത്ത ജനറേഷൻ വരുന്നതെന്ന് അവർ പറഞ്ഞു കൊടുക്കും. അത് മാത്രമല്ല നമ്മുടെ സങ്കടമൊക്കെ വരുമ്പോൾ സൈക്കോളജി കൗൺസിലിംഗും ആവശ്യമുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റുകൾ സഹായിച്ചു കൊടുക്കും. അപ്പൊ ഇതാണ് സപ്പോർട്ടീവ് കൗൺസിലിംഗ് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കമ്പണന്റ് ആണ്. ജനറ്റിക് കൗൺസിലിംഗ് ചെയ്യുന്നവർ ആദ്യം ഈ രോഗം എങ്ങനെ പടരും, നമ്മളിപ്പോ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്നും കൂടെ അവർ പറഞ്ഞു കൊടുക്കും. ഇത് മാത്രമല്ല, ഇതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഒരു വിഷമം, അടുത്ത ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ഈ അസുഖം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിഞ്ഞാൽ അത് വളരെയധികം ഉപയോഗമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കാരിയർ ആണോ, നമ്മുടെ ആ മാതാവ് കാരിയർ ആണോ, കാരണം അമ്മയുടെ നിന്നാണ് ഈ അസുഖം വരുന്നത്. അപ്പൊ അമ്മ കാരിയർ ആണോ എന്ന് നോക്കാൻ വേണ്ടി ആ അമ്മയുടെ രക്തം എടുത്ത് ഈ ജീനിന്റെ മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് നോക്കും. കാരണം ഈ 30% കുഞ്ഞുങ്ങൾക്ക് അമ്മയിൽ കാരിയർ ആയിരിക്കത്തില്ല. ഈ അമ്മയുടെ അണ്ടവും അച്ഛന്റെ ബീജവും ചേർന്ന് ആ സമയത്ത് ഒരു മ്യൂട്ടേഷൻ വന്നിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ചിലപ്പോൾ ഫാമിലിയിൽ ഹിസ്റ്ററിയെ ഇങ്ങനെ ഒരു അസുഖമേ കാണത്തില്ല ഫാമിലിയിൽ. അവർക്ക് ആദ്യമായിട്ട് ആ ഒരു മ്യൂട്ടേഷൻ ആ കുഞ്ഞിലായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മ്യൂട്ടേഷൻ ആണെങ്കിൽ അടുത്ത കുട്ടികൾക്ക് ഇത് ബാധിക്കത്തേ ഇല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും അമ്മയുടെ രക്തമെടുത്ത് അതിനകത്തുള്ള ക്രോമസോമിനെ നോക്കി അതിനകത്ത് ഈ മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് നോക്കണം. അതാണ് കാരിയർ പരിശോധന. ഇത് മാത്രമല്ല, ഇപ്പൊ നമുക്കൊരു മ്യൂട്ടേഷൻ കണ്ടാൽ ചിലപ്പോൾ അത് അടുത്ത ജനറേഷൻ വരണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ കാരിയർ മ്യൂട്ടേഷൻ വഴിയാണ്, കാരിയർ പരിശോധന വഴിയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഇപ്പോൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഒക്കെ ഉള്ള മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഈ കുഞ്ഞിന് ആ ജീൻ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ വളർച്ച അവിടെ നിർത്താം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ചേർന്ന് ഗർഭിണിയായി കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് കൊറിയോണിക് വില്ലസ് സാമ്പിളിംഗ് ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ ഗർഭപാത്രത്തിനകത്ത് നിന്ന് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഈ ജീൻ മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ഈ കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള സാങ്കേതികത നമ്മുടെ കേരളത്തിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ മാതാവിന്റെ കാരിയർ ടെസ്റ്റിംഗ് നടത്തും. അടുത്ത ഗർഭിണിയാവുകയാണെങ്കിൽ ആ ടെസ്റ്റുകളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ അടുത്ത വരുന്ന കുഞ്ഞിന് ഇതുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. കാരണം ഒരു കുഞ്ഞുണ്ടായിട്ട് അതിനെ ചികിത്സിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള അസുഖം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ കുഞ്ഞിന്റെ സഹോദരി ചിലപ്പോൾ കാരിയർ ആയിരിക്കും. അപ്പോൾ അവരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവരും അടുത്ത വിവാഹപ്രായമാകുമ്പോൾ അവർക്കുള്ള കൗൺസിലിംഗ് നമ്മൾ കൊടുക്കും. അപ്പോഴാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഒക്കെ വേണ്ടി വരിക. പിന്നെ നമുക്ക് ഈ അസുഖം കൊണ്ട് വേറെ ഇതെല്ലാം നമ്മൾ ഓരോ അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇവർക്കുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഹാർട്ടിന്റെ കാർഡിയോ മയോപ്പതി എന്ന് പറയും, ഹാർട്ടിന്റെ പമ്പിങ് പോകുന്നതിന് അത് പേര് പറയുന്നത്. എല്ലിന്റെ കട്ടി പറയുന്നതിന് ബോൺ ഡീമിനറലൈസേഷൻ വന്ന ഒടിവുകൾ വരാം, അനസീഷ്യ റിസ്ക് വരാം. ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതാണ് നമ്മുടെ ഡുഷെൻ മസ്കുലർ ഡിസ്ട്രോഫി അസുഖത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി വേറെ 3-4 അസുഖങ്ങളെ കുറിച്ച് നമ്മൾ അന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. ബെക്കർ മസ്കുലർ ഡിസ്ട്രോഫി, ലിംഗഡൽ മസ്കുലർ ഡിസ്ട്രോഫി, ഫേഷ്യൽ സ്കാപ്പുലർ മസ്കുലർ ഡിസ്ട്രോഫി, അങ്ങനെ പല പല മസ്കുലർ ഡിസ്ട്രോഫി ഈ ഒരു ഗ്രൂപ്പിനകത്തുണ്ട്. ഡുഷീനാണ് ഏറ്റവും കോമൺ, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് അതിനെ പറഞ്ഞത്.
ഇനി അടുത്ത ബെക്കർ എന്ന് പറഞ്ഞ മസ്കുലർ ഡിസ്ട്രോഫി ഇതേ പ്രോട്ടീന്റെ കേട് തന്നെയാണ്, പക്ഷേ ഡുഷീന്റെ അത്രയും സിവിയർ അല്ല. അവര് 20 വയസ്സിന് ശേഷം അവർ നടന്നുകൊണ്ടേയിരിക്കും, പക്ഷെ ചെറിയൊരു ബലക്കുറവേ കാണുള്ളൂ. പക്ഷെ അവരുടെ ഹാർട്ടിനെ ഇത് ബാധിക്കും, കാരണം ഹാർട്ടിലെ മസിലിന് ഡിസ്ട്രോഫിന് ആവശ്യമുണ്ട്. അപ്പൊ അവർക്ക് ഹാർട്ടിന്റെ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ഒരു കാറ്റഗറിയാണ് ഫേഷ്യോ സ്കാപ്പുലർ ഹ്യൂമറൽ ഡിസ്ട്രോഫി. അത് യൂഷ്വലി നമുക്കൊരു 18-20 വയസ്സാകുമ്പോഴാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അവരുടെ ഫേഷ്യൽ മീൻസ് മുഖത്തെ മസിലുകൾ, സ്കാപ്പുലർ മീൻസ് ഷോൾഡറിലെ മസിലുകൾ, ഹ്യൂമറൽ മീൻസ് കൈയിന്റെ മസിലുകൾ, ഇത്രയും ഭാഗമാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. കാലിനെ ബാധിക്കത്തില്ല. അപ്പൊ അവരുടെ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്, ചിരിക്കാൻ പറ്റാതിരിക്കുക, കണ്ണടയ്ക്കാൻ പറ്റാതിരിക്കുക, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. അതെല്ലാം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്, ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല, വർഷങ്ങൾ കൊണ്ട് പ്രോഗ്രസ് ചെയ്യുന്ന അസുഖമാണ്. പിന്നെ ഉള്ളത് ലിംഗഡൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയും. നമ്മുടെ ഷോൾഡർ ജോയിന്റിലെ തൊടയലിന്റെ അവിടെയുള്ള മസിലുകളെയാണ് ബാധിക്കുന്നത്. അപ്പൊ അവർക്ക് കുത്തിയിരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇതൊക്കെയാണ് തുടങ്ങുന്നത്. പിന്നെ കൈ പൊക്കാൻ പറ്റാതെ വരിക, അതും വർഷങ്ങളും ഉണ്ട്. അതും അഡൽട്സിന് മാത്രമാണ് കാണുന്നത്, കുട്ടികളിൽ കാണാറില്ല. അപ്പൊ അത് യൂഷ്വലി വർഷങ്ങൾ കൊണ്ട് മാത്രം കൂടുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നം അവർക്ക് വരാറില്ല. ചിലത് ഇതിനകത്ത് ഈ ലിംഗഡൽ മസ്കുലർ ഡിസ്ട്രോഫി തന്നെ ഒരു 10-15 തരം ലിംഗഡൽ മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ട്. ചിലത് മാത്രം കുട്ടികൾ കാണുന്നുണ്ട്. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള കൺജനിറ്റൽ മസ്കുലർ ഡിസ്ട്രോഫി ഒരു ഗ്രൂപ്പ് ഉണ്ട്. ജനിക്കുമ്പോൾ തന്നെ അവരുടെ മസില് ഡിസ്ട്രോഫി വന്നിട്ട്, മസില് ബലക്കുറവ് വന്നിട്ട് പലപ്പോഴും 1-2 വയസ്സ് വരെ അവർ ജീവിക്കാറുള്ളൂ. അത് നമ്മൾ യൂഷ്വലി ആശുപത്രികളിൽ പോലും പലപ്പോഴും എത്താറില്ല, നമ്മൾ കാണാറുണ്ട്. നമ്മള് യൂഷ്വലി മസ്കുലർ ഡിസ്ട്രോഫി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഡ്യൂഷീൻ മസ്കുലർ ഡിസ്ട്രോഫിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവർക്കാണ് ഈ കെയറുകളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. നന്ദി, നമസ്കാരം. പ്രസന്റേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ സാറിനോട് ചോദിക്കാവുന്നതാണ്. ഓരോരുത്തരായി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതിന് മുമ്പ് ചാറ്റ് ബോക്സിൽ ഒരു ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്ത് ഫീഡ്ബാക്ക് ഫോം പൂരിപ്പിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, ഓരോരുത്തരായി ചോദിക്കാം. ഹലോ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, മാരേജ് കഴിഞ്ഞ് കൺസീവ് ആകുമ്പോഴത്തേനൊക്കെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. അപ്പോ മാരേജിന് മുന്നേ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ? അങ്ങനെ ഒരു അപ്പൊ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്കിപ്പോ ഒരു വീട്ടില് ഒരു ഡ്യൂഷീൻ മസ്കുലർ ഡിസ്ട്രോഫിയുള്ള കുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ കുട്ടിയുടെ സഹോദരിമാര് തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടതാണ്. കാരണം അവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത് കാരിയർ ആണോ അല്ലയോ എന്ന് നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞത് 30% കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് മാത്രമേ കാണുള്ളൂ ആ ഒരു കുടുംബത്തില്. ബാക്കി കുട്ടികൾക്കൊന്നും ഇത് കാണത്തില്ല. അത് നമ്മൾ ഡിനോവോ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആ കുഞ്ഞിന്റെ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷൻ ആണെങ്കിൽ ബാക്കി കുട്ടികൾക്കൊന്നും ബാധിക്കത്തില്ല. പിന്നെ അവർക്ക് ടെൻഷനേ ആവശ്യമില്ല. അപ്പൊ കാരിയർ ടെസ്റ്റിംഗ് നോക്കിയിട്ട് ഈ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ആ ജീന് മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രിക്കോഷൻസ് എടുക്കാം. അതായത് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറയുന്നില്ല, അപ്പൊ പുറത്ത് തന്നെ ഈ അണ്ടവും ബീജവും തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് ആ വരുന്ന ആ ഭ്രൂണത്തിനകത്ത് ഈ മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് നോക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട് ഇപ്പൊ എല്ലാ ആശുപത്രികളിലും ഉണ്ട് ഇപ്പൊ അത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ കുഞ്ഞിന് മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് നമുക്കറിയാം. ആദ്യം ഈ സഹോദരി കാരിയർ ആണെങ്കിൽ മാത്രം മതി ഈ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അപ്പൊ എപ്പോഴും കല്യാണത്തിന് മുമ്പ് തന്നെ ആ സഹോദരിക്ക് കുട്ടിയുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും കാരിയർ സ്റ്റാറ്റസ് ഉണ്ടോ, കാരിയർ ആണോ നോക്കുക. ജീനിനകത്ത് കാരിയർ അല്ലെങ്കിൽ പിന്നെ ഈ ടെസ്റ്റുകളൊന്നും ആവശ്യമില്ല. ഓക്കെ, ഫീമെയിലിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അപ്പൊ മെയിലിന്റെ കാര്യത്തിൽ എന്തായാലും നമുക്ക് സിംറ്റംസ് കാണാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് ഒരു എക്സും വൈവേ ഉള്ളൂ. ഇപ്പൊ എക്സിനകത്ത് ഈ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കാണും. പിന്നെ ഇതിന്റെ ഒരു എന്താ സിവിയറിറ്റി കുറഞ്ഞ ബെക്കർ എന്ന് പറഞ്ഞ മസ്കുലർ ഡിസ്ട്രോഫിനകത്ത് ഇവർക്ക് സാധാരണ പോലെ തന്നെ ജീവിതമായിരിക്കും, പക്ഷെ ചെറിയൊരു ബലക്കുറവ് കാണും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ചിലപ്പോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ഈ ചിലപ്പോ ആരോഗ്യക്കുറവാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയും. പലർക്കും ഇത് ബെക്കർ ഡിസ്ട്രോഫി ആയിരിക്കും. നമ്മുടെ
പലപ്പോഴും എന്താ ആയുർവേദത്തിലൊക്കെ പോയി ചികിത്സിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ അസുഖങ്ങൾ പലതും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ക്ലാസ് വളരെ എന്താ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു. സർ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഗോപിക എന്നാണ്. ഞാൻ സോഷ്യൽ വർക്കറാണ്. കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്. സർ, ഇപ്പം ഈ മ്യൂട്ടേഷൻ കേസസ് വളരെ കൂടുതലല്ലേ? ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഒരു 20 years മുന്നേ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ നിറയെ കേസസ് ഇതുപോലെ വരുന്നുണ്ട്. അപ്പം എല്ലാ പ്രഗ്നന്റ് വുമണിലും എന്തുകൊണ്ട് ആ പ്രഗ്നൻസി സ്റ്റേജിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്നില്ല? ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മളിപ്പോ മ്യൂട്ടേഷൻ കൂടുതലാന്ന് പറയുന്നത് ഒരു ചെറിയ തെറ്റിദ്ധാരണയാണ്. കാരണം ടെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ആരും ടെസ്റ്റ് ചെയ്യാറില്ല, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഈ ടെസ്റ്റ് എല്ലാ ആശുപത്രികളിലും ഉള്ളതുകൊണ്ട്, എല്ലാ ആശുപത്രികളിലും നല്ല വലിയ ആശുപത്രികളിലും ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതുകൊണ്ട് എണ്ണം കൂടിയെന്നൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും ഇത് പണ്ടുണ്ടായിരുന്ന അതേ ഫ്രീക്വൻസി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പോസിറ്റീവ് കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഒരു നല്ലൊരു കാര്യമായിട്ട് കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോ തന്നെ കോവിഡ് വന്നപ്പോൾ കോവിഡ് കേരളത്തിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോവിഡുള്ള പേഷ്യൻസ് ഉണ്ടെന്ന് നമ്മൾ കേരളക്കാർ പറയുന്നു. പക്ഷെ ഇതിനെക്കാട്ടി കൂടുതൽ കോവിഡുള്ള വേറെ സംസ്ഥാനങ്ങൾ അത് ടെസ്റ്റ് ചെയ്യുന്നില്ല, അത് കണ്ടുപിടിക്കുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയും ടെസ്റ്റ് ചെയ്യാതിരുന്ന കാലത്ത് നമുക്ക് ഇത് അറിയത്തില്ലായിരുന്നു, അപ്പൊ എണ്ണം കുറവായിരുന്നു. ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എണ്ണം കൂടുതലാണെന്ന് തോന്നുന്നു, അല്ലാതെ ശരിക്കും അത് കൂടിയിട്ടില്ല. പണ്ട് മുതലേ ഉള്ള അത്രയും ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രണ്ടാമത്തെ പ്രശ്നം, ഈ ഒരു അസുഖത്തിന് നമുക്ക് ചികിത്സയില്ല നമ്മൾ പറഞ്ഞല്ലോ. നമ്മളെ ഇതുവരെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമ്മളെല്ലാരെയും ഇത് ടെസ്റ്റ് ചെയ്ത് നമ്മളൊരു കണ്ടുപിടിച്ചിട്ട് ചികിത്സ ഇല്ല എന്ന് പറയുന്നതിനെ കാട്ടി തൽക്കാലം ആവശ്യമുള്ളവർക്ക് മാത്രം ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ലോജിക്ക്. നമ്മളെല്ലാരെയും ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അസുഖമുണ്ട് പക്ഷെ മരുന്നൊന്നും ഇല്ല അങ്ങനെ പറയാൻ ഒരു ബുദ്ധിമുട്ടല്ലേ? അതിനെക്കാട്ടി നല്ലത് നമുക്കിങ്ങനെ വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ ഒരു ജനിതക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസിലിന്റെ അസുഖം ഉള്ളവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അതായത് എല്ലാരും നമ്മൾ ചെയ്യരുതെന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഹലോ സാർ, ഒരു ക്വസ്റ്റ്യനും കൂടെ. നമ്മള് ഈ ഇവരുടെ പാരന്റ്സിനും സിബ്ലിങ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ സപ്പോർട്ടീവ് തെറാപ്പി കൊടുക്കുന്നു പറഞ്ഞല്ലോ. സപ്പോർട്ടീവ് തെറാപ്പി കൊടുക്കുമ്പോൾ ചിലപ്പം ഈ അതിൽ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള സിബ്ലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നെഗറ്റീവ് ആയിട്ട് അല്ല, നമ്മള് കുഞ്ഞുങ്ങളെ അവരുടെ വീക്ക് മനസ്സിലാക്കിയിട്ട് അങ്ങനെ. അല്ല, നമുക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്തോ, ഞാൻ നിർത്തി. കേക്കാവോ? ഹലോ, കേക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കാം സാർ, കേൾക്കാം. നമ്മള് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ്. നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ള മീൻസ് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നല്ലേ ചോദിച്ചത്? ഹലോ ഹലോ ചോദ്യം ഒന്നുകൂടി ചോദിക്കാമോ? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. അതായത് ഇപ്പൊ നമ്മൾ സപ്പോർട്ടീവ് തെറാപ്പി കൊടുക്കുന്ന കാര്യം പറഞ്ഞു, ഫാമിലിക്കും സിബ്ലിങ്സിനൊക്കെ വേണ്ടിയിട്ട്. ഹലോ, കേക്കാം. എന്റെ സൈഡിൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആയിക്കോട്ടെ. അല്ല, ചോദ്യം കേൾക്കാവുന്നതാണ്, ചോദിച്ചാൽ മതി. ഞാൻ കമന്റ് ചെയ്യാം, കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, എന്റെ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? അഗ്രസീവ് ആയിട്ടുള്ള സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമ്മള് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏക പോംവഴി. കാരണം ഇത് ഒരു ജീവിതകാലം മുഴുവൻ ഉള്ള ഒരു അസുഖമാണ്. കുഞ്ഞിനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ ഒന്നും പറ്റുന്ന ഒരു അസുഖമല്ല. ഏറ്റവും നല്ല സപ്പോർട്ട് കിട്ടുന്നത് സ്വന്തം സഹോദരന്മാരിൽ നിന്ന് തന്നെയാണ്. കാരണം അവർക്കാണ് ഈ കുഞ്ഞിനെ ആദ്യം ജനിച്ച നാൾ മുതലേ അവർ കാണുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ കഷ്ടപ്പാടുകൾ അവർക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് അവര് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ കുഞ്ഞിന് സപ്പോർട്ടായിട്ട് നിർത്തുക.
ഹലോ സാറേ, താങ്ക് യു സാർ, മനസ്സിലായി കേട്ടോ. DMD എന്ന് ചില ഇതിൽ കാണാം, അതെന്താണ്? DMD എന്ന് പറഞ്ഞാൽ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫിയുടെ ഷോർട്ട് ഫോം ആണ്. ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി. ആ ജീനിന്റെ പേരും DMD എന്ന് തന്നെയാണ്. അപ്പൊ അസുഖത്തിന്റെ പേരും DMD ആണ്, അതുണ്ടാക്കുന്ന ജീനിന്റെ പേരും DMD തന്നെയാണ്, ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി. ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി അതിനകത്ത് ആ മസ്കുലർ ഡിസ്ട്രോഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം. സാർ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് ഭാഗത്ത് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്? ഇവർക്ക് നമുക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള ഡിസബിലിറ്റിയുടെ കൂടെ ഇതും ഇൻക്ലൂഡഡ് ആണ്. എത്ര ശതമാനം എന്നുള്ളത് നമ്മൾ ഡിസബിലിറ്റി ബോർഡ് വഴി അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള എല്ലാ സഹായവും അവർക്ക് കിട്ടും. പിന്നെ ഓരോ പഞ്ചായത്തുകളിൽ വ്യത്യാസമായി കാണും. അവർക്ക് ചിലർക്ക് ഈ വീൽ ചെയറുകൾ കൊടുക്കുന്ന സ്കീം കാണും, ചിലർക്ക് ഇങ്ങനെ ബെഡ്, ഇലക്ട്രോണിക് ബെഡ് കൊടുക്കുന്ന സ്കീം കാണും. അതൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഒരു നല്ലൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പഞ്ചായത്തിലാണെങ്കിൽ അവർക്ക് ഈ ഒരു കുഞ്ഞിന് പറ്റാവുന്ന എല്ലാ സഹായം ചെയ്യാം. വീൽ ചെയർ, വാക്കർ, ബെഡ് ഇതെല്ലാം കൊടുക്കാം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക്സ്. സാറേ, ഇനി ഈ പിന്നെ എന്താ ജീൻ തെറാപ്പി ഒക്കെ ഉണ്ടെന്ന് നെറ്റ് ഗൂഗിളിലൊക്കെ കാണാം, അതൊക്കെ റെഡി ആണോ? എങ്ങനെയാണത്? നമ്മുടെ 2016 ആണ് ആദ്യമായിട്ട് ഈ അസുഖത്തിന് ജീൻ തെറാപ്പി ലോകത്ത് ആദ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അമേരിക്കയിൽ അത് കണ്ടുപിടിച്ചു. അപ്പൊ ആ മരുന്നുകൾ നമുക്കിപ്പോ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന മരുന്നുകളോ തെറാപ്പിയോ അല്ല ഇത്. ഇത് നമുക്ക് ഇന്ത്യയിലെ തന്നെ, നമുക്കിപ്പോ കേരളത്തിൽ ഒരു സെന്ററിലും അത് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, CMC വെല്ലൂർ, ബാംഗ്ലൂരിലെ ചില സെന്ററുകൾ, ഇവരൊക്കെ ഒരു ട്രയൽ പോലെ ഈ കമ്പനിയിൽ നിന്ന് ഈ മരുന്ന് അവർക്ക് കൊടുക്കും. അവർ ആ മരുന്ന് രോഗികളിൽ ഉപയോഗിച്ച് നോക്കുന്ന ഒരു പരീക്ഷണം പോലെയാണ് ശരിക്കും ഇത്. കാരണം നമുക്കിപ്പോ ഒരു 8-9 വർഷമായിട്ടല്ലേ ഈ മരുന്ന് കയ്യിലുള്ളൂ, ഈ തെറാപ്പി. അപ്പൊ അതിന്റെ ഇഫക്റ്റ് ഒന്നും 100% നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ട്രയൽ പോലെയാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഇത് കൊടുക്കുന്നത്. ഇന്ത്യയിൽ അപ്പൊ ആദ്യം നമുക്ക് പ്രശ്നം വെച്ചാൽ, ഇത് ഒരു ജീൻ തെറാപ്പി ഒരു കുട്ടിക്ക് ഇഫക്റ്റീവ് ആണെങ്കിലും അടുത്ത കുട്ടിക്ക് ചിലപ്പോൾ ഇത് ഇഫക്റ്റ് കാണത്തില്ല. കാരണം അവർക്ക് ഓരോരോ ജീൻ തെറാപ്പിക്ക് ഓരോ മ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആ DMD ജീനിലെ ഓരോ മ്യൂട്ടേഷന് വേണ്ടിയാണ് ഓരോ തെറാപ്പി കൊടുക്കുന്നത്. അപ്പൊ ആ മ്യൂട്ടേഷൻ ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇത് ഇഫക്റ്റ് കിട്ടും. അപ്പൊ അതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഇഫക്റ്റ് അറിയണമെങ്കിൽ ഒരു 10-15 വർഷം എടുക്കും. അപ്പൊ അത്രയും ആയിട്ടില്ല ഇത് കണ്ടുപിടിച്ചിട്ട്. അപ്പൊ അത് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ ഇവിടെ CMC വെല്ലൂരിലൊക്കെ വിടുന്നുണ്ട്. അവർ നോക്കിയിട്ട് ഈ ട്രയലിന് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ ആ ട്രയലിന് ഇൻക്ലൂഡ് ചെയ്ത് ഈ മരുന്ന് കൊടുക്കും. കോസ്റ്റ്ലി ആണോ? വളരെ 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 കോസ്റ്റ്ലി ആണ്. ലക്ഷങ്ങളല്ല, കോടികൾ വരും. പക്ഷെ ഇപ്പൊ അത് അങ്ങനെയല്ല കൊടുക്കുന്നത്. ആ ട്രയൽ വഴിയായിട്ട് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മളൊരു ബന്ധുവിനുണ്ട്. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എങ്ങനെയാണ് ഡിസീസ് പ്രോഗ്രഷൻ കുറയ്ക്കുന്നത്? സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് പറയാം. അത് നമുക്ക് ഈ കോർട്ടിക്കോസ്റ്റിറോയിഡ് നമുക്ക് ഒരു നമ്മുടെ എന്താ പറയാ മസിലിന്റെ സ്ട്രെങ്ത് കുറച്ചും കൂടെ ഒന്ന് കൂട്ടും. അപ്പൊ ആ ഡിസ്ട്രോഫിൻ ജീനുമായിട്ട് ഇതിന് ഒരു ബന്ധവും ഇല്ല. ഡിസ്ട്രോഫിൻ ജീൻ അത് പണ്ടേ കേടാണ്. അതിനകത്ത് നിന്ന് വരുന്ന പ്രോട്ടീൻ ഡിസ്ട്രോഫിൻ കേടാണ്. അപ്പൊ അതിനായിട്ട് ഇത് ബന്ധമൊന്നുമില്ല. ഈ മസിലിന്റെ സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂടുമ്പോൾ കുറച്ചു കാലം കൂടെ ഇവർക്ക് മുന്നോട്ട് നടക്കാനുള്ള ശക്തി കിട്ടും. ഇങ്ങനെ ഇവര് വീൽ ചെയറിലോട്ട് പോകുന്ന പ്രായം ഒരു 2-3 വർഷം കൂടെ മുന്നോട്ടാക്കി തരും. അത് മാത്രമേ ഇതിനുള്ള ഇഫക്റ്റ് ഉള്ളൂ. അല്ലാതെ ഇതിന്റെ ഒരു ചികിത്സ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇനി പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാമായിരുന്നു. ക്വസ്റ്റ്യൻസ് ഉണ്ടോ പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്ത് നിന്നും? ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷൻ കൈകാര്യം ചെയ്ത ഡോക്ടർ സിഞ്ചു സാറിനും എല്ലാ പാനൽ മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
അടുത്ത നിഡാസ് സെഷൻ ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തിൽ ജൂലൈ 10 വ്യാഴാഴ്ച നടത്തുന്നതാണ്. ഈ മീറ്റിംഗിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിഡാസ് ടീമുമായി ബന്ധപ്പെടുക.